ഹായ് സ്റ്റുഡൻസ്, നമുക്കിന്ന് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ എന്താണെന്ന് നോക്കാം. ആൻഡ് ഫസ്റ്റ് വൺ, വാട്ട് ഈസ് എ പ്രോസസ്സ്? അതൊരു സിമ്പിൾ എക്സാമ്പിൾ വഴി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ് എടുക്കുക. അതിൽ എയർ ഉണ്ട്. ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസിൽ എയറിൻ്റെ പ്രഷർ 100 കിലോ പാസ്കൽ, വോളിയം 1 ക്യൂബ് മീറ്റർ ആൻഡ് ടെമ്പറേച്ചർ 300 കെൽവിൻ ആണ്. നമ്മൾ പതുക്കെ ഹീറ്റ് ആഡ് ചെയ്തു. ഹീറ്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പ്രഷർ കൂടും, ടെമ്പറേച്ചർ കൂടും ആൻഡ് വോളിയം കൂടും. സോ ഫസ്റ്റ് സ്റ്റേറ്റിലുണ്ടായിരുന്ന സിസ്റ്റം ഹീറ്റ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് പോയി. സോ ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു പ്രോസസ്സ്. ആ ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് സ്റ്റേറ്റ് 1ൽ നിന്ന് സ്റ്റേറ്റ് 2ലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുക. ആൻഡ് ആ ഒരു സ്റ്റേറ്റ് 2ലെത്തിയപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് വോളിയം ചേഞ്ച് ചെയ്തു. സോ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എ തെർമോഡൈനാമിക് പ്രോസസ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ that occurs when a system changes from one state to another. ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്, accompanied by changes in its properties such as pressure, volume and temperature. അതിൻ്റെ പ്രോപ്പർട്ടീസ് ലൈക്ക് എന്താണ്, പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ, ഇതിലും ചേഞ്ച് വരും. സോ ഇതിനെയാണ് നമ്മൾ ബേസിക്കായിട്ട് ഒരു പ്രോസസ്സ് എന്ന് പറയുക. നമുക്കിനി അടുത്ത ടോപ്പിക്ക് നോക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സസ്. അതിൽ ഫസ്റ്റ് വൺ, ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്പ്ലെയിൻ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് വിത്ത് എ സ്യൂട്ടബിൾ സ്കെച്ച്. സോ നമുക്ക് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് നോക്കാം. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിട്ടുള്ള ഒരു തെർമോഡൈനാമിക് പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ഓൾവേസ് റിമെയിൻ ക്ലോസ് ടു ഇക്വിലിബ്രിയം. അതായത് ഈ ഒരു പ്രോസസ്സ് ഏകദേശം ഇക്വിലിബ്രിയം സ്റ്റേറ്റിലാണ്. ഓക്കെ, അതിന് കാരണം ഈ ഒരു സിസ്റ്റം വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റത്തിന് അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഗ്യാസിൻ്റെ എല്ലാ സ്ഥലത്തും യൂണിഫോം ആക്കാനുള്ളൊരു സമയം കിട്ടും. ദ സിസ്റ്റം ചേഞ്ചസ് സോ സ്ലോ ദാറ്റ് ഇറ്റ് ഹാസ് ഇനഫ് ടൈം ടു അഡ്ജസ്റ്റ് ഇൻറ്റേർണലി ആൻഡ് മെയിൻറ്റെയിൻ യൂണിഫോം പ്രഷർ, ടെമ്പറേച്ചർ ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ത്രൂ ഔട്ട്. ഇനി ഇതിൻ്റെ പി വി ഡയഗ്രം നോക്കാം. ഈ പി വി ഡയഗ്രത്തിൽ വോളിയം കൂടുന്തോറും പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതും ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കെച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തത് ഈ ഒരു പ്രോസസ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. പ്രഷർ യൂണിഫോം ആയിരിക്കും, ടെമ്പറേച്ചർ യൂണിഫോം ആയിരിക്കും, സഡൻ ചേഞ്ചസ് ഉണ്ടാവില്ല ആൻഡ് എവറി ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റ് ഹാസ് ഡെഫിനിറ്റ് വാല്യൂ ഫോർ പ്രോപ്പർട്ടി. ആൻഡ് ഇത് സ്റ്റഡി സ്റ്റേറ്റിലാണെന്ന് പറയാൻ കാരണം, ഇപ്പോൾ നമ്മളൊരു ഗ്യാസ് ക്യുക്കായിട്ടാണ് കംപ്രസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എക്സ്പാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ സ്ഥലത്തും പ്രഷറും ടെമ്പറേച്ചറും ഒന്നും യൂണിഫോം ആയിരിക്കില്ല, അത് പല സ്ഥലത്തും വേരി ചെയ്യും. പക്ഷേ ഇതൊരു സ്ലോ പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിന് പ്രഷറും അതേപോലെ തന്നെ ടെമ്പറേച്ചറും ഒക്കെ യൂണിഫോം ആക്കാൻ വേണ്ടിയിട്ട് ഇനഫ് ടൈം കിട്ടും. ഇതിൻ്റെ ടി എസ് ഡയഗ്രം നോക്കിയേ. ടി എസ് ഡയഗ്രം ഡി ക്യു ഈസ് ഈക്വൽ ടു ടി ഡി എസ്. ഹീറ്റ് സപ്ലൈഡ് ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ആൻഡ് എൻട്രോപ്പി. സോ ഇതിൽ ഹീറ്റ് സപ്ലൈ ചെയ്യണ ടെമ്പറേച്ചർ കൂട്ടാനും അതേപോലെ തന്നെ എൻട്രോപ്പി കൂട്ടാനുമാണ്. ആൻഡ് ഈ ഒരു ഗ്രാഫിൽ നോക്കുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്തോറും അതേപോലെ തന്നെ എൻട്രോപ്പി അതിനനുസരിച്ച് കൂടുന്നുണ്ട്. ആൻഡ് നിയർ ടു എന്താണ്, ഇക്വിലിബ്രിയം. So when heat is added to the system, temperature and entropy increases steadily. Example for a quasi-static process is slow compression of gases and slow expansion of gases. എപ്പോഴും ആലോചിക്കുക, ഈ ഒരു പ്രോസസ്സ് വളരെ സ്ലോ ആയിരിക്കും. അടുത്തത് നമുക്ക് ഐസോബാറിക് പ്രോസസ്സ്. ഐസോബാറിക് പ്രോസസ്സ് ഈസ് എ തെർമോഡൈനാമിക് പ്രോസസ്സ് ദാറ്റ് ഒക്കേഴ്സ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സുകളെ നമ്മൾ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയാം. ഇനീഷ്യൽ കണ്ടീഷനിലും ഫൈനൽ കണ്ടീഷനിലും പ്രഷർ സെയിം ആയിരിക്കും. ത്രൂ ഔട്ട് ദാറ്റ് പ്രോസസ് പ്രഷർ റിമെയിൻസ് സെയിം. ഈ ഒരു പി വി ഡയഗ്രത്തിൽ നോക്കുമ്പോൾ വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷേ പ്രഷർ സെയിം ആയിട്ട് നിൽക്കുക. സോ നമുക്ക് എന്ത് കിട്ടും, വി ഗെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് ഐസോകോറിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ്സ്, it is a thermodynamic process that occurs at constant volume. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സുകളാണ് ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറയുക. ഇതിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു P ഡെൽറ്റ V. കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുമ്പോൾ V1 ഈസ് ഈക്വൽ ടു V2. സോ ചേഞ്ച് ഇൻ വോളിയം ബിക്കം 0. അതുകൊണ്ട് തന്നെ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0.
ഈവൻ ദോ അതിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്നുണ്ട്. ഹീറ്റ് എന്തിനായിരിക്കും അപ്പോൾ യൂസ് ചെയ്യുക? ഹീറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഇൻറ്റേർണൽ എനർജി കൂട്ടാനും അതേപോലെ തന്നെ വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Q ഈസ് ഈക്വൽ ടു W പ്ലസ് ഡെൽറ്റ U. ഇതിൽ വർക്ക് ഡൺ 0 ആയതുകൊണ്ട് ഹീറ്റ് ഈസ് ഓൺലി യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ദ ഇൻറ്റേർണൽ എനർജി. ഈ PV ഡയഗ്രത്തിൽ വോളിയത്തിൽ ചേഞ്ച് ഇല്ല, പ്രഷർ മാത്രം ഇൻക്രീസ് ആവുന്നുള്ളൂ. സോ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും വിച്ച് ഈസ് പാരലൽ ടു. നെക്സ്റ്റ് വൺ ഐസോതേർമൽ പ്രോസസ്സ്. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി വെച്ചുകൊണ്ടുള്ള പ്രോസസ്സുകളെ നമ്മൾ ഐസോതേർമൽ പ്രോസസ്സ് എന്ന് പറയാം. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ് ഇൻറ്റേർണൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഐസോതേർമൽ പ്രോസസ്സിൽ ഡെൽറ്റ U ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു 0. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഈസ് ഈക്വൽ ടു 0. സോ Q ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹീറ്റ് എന്തിനാണ് സപ്ലൈ ചെയ്യുന്നത്? വർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാനും. സോ ഇവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് 0 ആണ്. സോ ഇതിൽ സപ്ലൈ ചെയ്യുന്ന വർക്ക് ഇതിൽ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ആൻഡ് വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ W ഈസ് ഈക്വൽ ടു nRT ln V1/V2. ഇനി ഇതിൻ്റെ PV ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ PV ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. സോ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷർ കൂടുന്തോറും വോളിയം കുറയും, ആൻഡ് വോളിയം കൂടുന്തോറും എന്ത് ചെയ്യും? പ്രഷറും കുറയും. ഈ ഒരു ഗ്രാഫിൽ പ്രഷർ കൂടുതലായി നിൽക്കുന്ന നേരത്ത് വോളിയം കുറവാണ്, ആൻഡ് അതേപോലെ തന്നെയാണ് ത്രൂ ഔട്ട് ദിസ് പ്രോസസ്സ്. നെക്സ്റ്റ് വൺ നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സ്. സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്ങിൻ്റെ ഇടയിൽ ഹീറ്റ് എക്സ്ചേഞ്ചുകളൊന്നും നടക്കാത്ത പ്രോസസ്സുകളാണ് അഡിയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് നമ്മുടെ ഈ എയറോസോൾ സ്പ്രേ. ഈ എയറോസോൾ സ്പ്രേ അടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അതെന്താണ്, അതിലത്തെ ഗ്യാസ് പെട്ടെന്ന് എക്സ്പാൻഡ് ആവും. സോ ആ ഗ്യാസ് തന്നെയാണ് ഒരു വർക്ക് ചെയ്യുന്നത്. ആ ഗ്യാസ് എന്ത് ചെയ്യും? അതിൻ്റെ ഇൻറ്റേർണൽ എനർജി യൂട്ടിലൈസ് ചെയ്താണ്. സോ അതിൻ്റെ ടെമ്പറേച്ചർ ഡിക്രീസ് ആവും. പിന്നെ അഡിയബാറ്റിക് കംപ്രഷൻ. ഒരു ഗ്യാസ് കംപ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. കാരണം നമ്മൾ ആ ഒരു ഗ്യാസിലേക്കാണ് വർക്ക് സപ്ലൈ ചെയ്യുന്നത്. സോ ആ ഇൻറ്റേർണൽ എനർജി കൂടുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ഇതുകൊണ്ടാണ് നമ്മൾ സൈക്കിളിലൊക്കെ കാറ്റടിച്ച് കഴിഞ്ഞ് ആ ഒരു സൈക്കിൾ പമ്പിൻ്റെ പുറത്ത് പിടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ റൈസ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ഇതിൻ്റെ PV ഡയഗ്രാം നോക്കിയേ. PV ഡയഗ്രാം ഫോർ അഡിയബാറ്റിക് എക്സ്പാൻഷനാണ്. അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും. ആൻഡ് ഇതും ഐസോതെർമൽ പോലെ തന്നെ ഒരു ഹൈപ്പർബോളയാണ്, ബട്ട് ഇതിന് കുറച്ചുകൂടെ സ്റ്റീപ്പർ സ്ലോപ്പാണ്. നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ നോക്കി. ഇനി അടുത്ത തെർമോഡൈനാമിക് സൈക്കിൾസ് ആണ്. അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.